സ്കൂളൊക്കെ തുറക്കാൻ ഇനിയും നമുക്ക് 1 മന്ത് ബാക്കിയുണ്ട്. ഈ 1 മന്തിനുള്ളിൽ നമുക്ക് കുറച്ച് ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുള്ള സ്റ്റേഷനറി സ്റ്റഫ്സ് ഉണ്ടാക്കിയെടുത്താലോ. നമുക്ക് നെക്സ്റ്റ് ഇയർ സ്കൂളിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോകാനും പറ്റും. നമ്മുടെ ഫസ്റ്റ് ഐറ്റം കവായി പെന്നാണ്. ഇത് നോർമൽ എഴുതുന്ന നോർമൽ പെന്ന് തന്നെ കുറച്ച് ക്യൂട്ടായിട്ടിരിക്കും. ഒരു A4 ഷീറ്റ് എടുക്കുക. ഈ സൈഡിൽ മാത്രമായിട്ട് നമ്മൾ ഡിസൈൻ വരച്ചെടുക്കുക. അപ്പോൾ സൈഡിൽ മാത്രം എന്ന് പറഞ്ഞത് നമ്മളിപ്പം റീഫില്ലർ നമ്മൾ ചുറ്റി കഴിയുമ്പോൾ എന്തായാലും ഈ സൈഡിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ സൈഡിൽ മാത്രമാണ് നമ്മൾ വരച്ചെടുക്കുന്നുള്ളൂ. ഞാനിവിടെ കുറച്ച് ഗ്രിഡ് ലൈൻസ് ഒക്കെ വരച്ച് ഒരു ചെറിയ തീമിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആൻഡ് ഇനി ഒരു പേനയുടെ റീഫില്ലർ എടുക്കുക. അതിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ പേപ്പർ മുറിച്ചെടുക്കുമ്പോൾ എക്സസ് വരുന്ന പേപ്പർ കളയരുത്. അതുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് ഉണ്ടാക്കാനുള്ളതാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഗം തേച്ചിട്ട് റീഫില്ലർ ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ റോൾ ഓൺ ചെയ്ത് ഫുള്ളും പശ വെച്ച് ഒട്ടിച്ച് സെക്യൂർ ആക്കി വെക്കുക. ഇനി ഈ പേനയുടെ പുറകിലുള്ള ഹോള് കണ്ടോ, അത് അടയ്ക്കാനായിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ മുറിച്ചെടുത്ത് അതിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മളത് വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേനയുടെ ക്യാപ്പ് ഉണ്ടാക്കലാണ്. ക്യാപ്പ് ഉണ്ടാക്കാൻ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരുന്ന പേപ്പർ ഈ പേനയുടെ പുറകിൽ ഇതുപോലെ വെച്ച് നമ്മൾ റോൾ ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ പെന്നിൻ്റെ ആ ഹോൾ അടയ്ക്കാൻ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ ക്യാപ്പിൻ്റെയും ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് ആണ് കവായി സ്റ്റിക്കേഴ്സ്. ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടങ്ങളൊക്കെ വരച്ച് വെട്ടി കളർ ചെയ്ത് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്യൂട്ട് ആൻഡ് കവായി ഐറ്റംസ് ആണ്, കാരണം നമ്മുടെ തീം ഇവിടെ ക്യൂട്ട് ആൻഡ് കവായി ആണ്. ഇത് വെട്ടിയെടുത്തിട്ട് നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ പുറകിലുള്ള പേപ്പർ ഉണ്ടല്ലോ, അതില്ലാത്തവർ പേടിക്കേണ്ട, നമുക്ക് സാധാ പ്ലാസ്റ്റിക് കവറിൽ ഉപയോഗിച്ചാലും മതി, കടയിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഇതിൻ്റെ മേളിൽ നമ്മളിത് ഇതുപോലെ ഓരോന്ന് വെച്ച് സെലോ ടേപ്പ് വെച്ച് അതിൻ്റെ മേളിലോട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. നമ്മുടെ ബോക്സിലോ നമ്മുടെ നോട്ട് ബുക്സിലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലോ എവിടെ വേണമെങ്കിലും. ഞാനിപ്പം എൻ്റെ ഒരു മിനി നോട്ട്ബുക്കിലാണ് ഞാൻ ഇവിടെ ഒട്ടിക്കുന്നത്. ആ മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കലാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. ആൻഡ് പറഞ്ഞ പോലെ നമ്മുടെ തേർഡ് ഐറ്റം മിനി കവായി നോട്ട്ബുക്ക്. ഇതൊരു സിംഗിൾ A4 ഷീറ്റും കൊണ്ട് നമുക്ക് ഈ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു പേപ്പർ രണ്ടായിട്ട് മടക്കി വീണ്ടും മടക്കി അതിൻ്റെ ലൈൻസിൻ്റെ രീതിയിൽ നമ്മളത് വെട്ടിയെടുക്കുക. അത് ഓരോന്ന് മടക്കി എടുക്കുക. മടക്കി എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ സദാ മടക്കി നമ്മളതിൽ ലൈൻസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ സിഗ്സാഗ് രീതിയിൽ മടക്കിയെടുക്കുക. ഇതുപോലെ ഈ പ്രൊസീജിയർ നമ്മൾ 4 പേപ്പറിൽ നമ്മൾ ചെയ്യുക. 4 പേപ്പറിന് ഉദ്ദേശിച്ചത് നമ്മൾ മുറിച്ച് വെച്ച് 4 പീസ് ഓഫ് പേപ്പറാണ്. ഇനി ഈ 4 പേപ്പേഴ്സും നമുക്ക് ഒന്നിച്ച് ജോയിൻ ചെയ്യിപ്പിക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിന് പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഗം തേച്ചത് ഇതുപോലെ ഓരോന്നെടുത്ത് ഒട്ടിച്ച് വെക്കുക. അപ്പം നമ്മുടെ ലോങ് ഷീറ്റ് നമുക്കിവിടെ കിട്ടും. ഇനി നെക്സ്റ്റ് ഈ പേപ്പറിൻ്റെ ഒരു സൈഡിൽ മാത്രം ഫുള്ളായിട്ട് ഗം തേച്ച് വെക്കുക. ഗം തേച്ചതിന് ശേഷം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുക സിഗ്സാഗ് രീതിയിൽ. നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പേപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ കവറിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു നോർമൽ പേപ്പറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ പേപ്പേഴ്സ് എടുക്കാം. ഫസ്റ്റ് മിഡിലോട്ടൊന്ന് മടക്കുക. അത് തുറന്നിട്ട് വീണ്ടും 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമ്മുടെ മിനി നോട്ട്ബുക്കിൻ്റെ പേപ്പേഴ്സ് എടുത്ത് ഇതിൻ്റെ സെൻറ്ററിലോട്ട് വയ്ക്കുക. ഇനി വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മുടെ ഫസ്റ്റ് പേജ് എടുത്തതാ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ മടക്കി വെച്ചേക്കണതിൻ്റെ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ പുറകിലും ചെയ്യുക. നമ്മുടെ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ക്യൂട്ട്നെസ് ആൻഡ് കവായിക്ക് വേണ്ടി ഞാനിവിടെ കുറച്ച് ഗ്രിഡ് ലൈൻസും ഒരു സ്റ്റിക്കറും ഒക്കെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. And that's it. Our mini notebookഉം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് our fourth item is കവായി സ്കെയിൽ. ഒരു നോർമൽ സ്കെയിലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കവായി സ്കെയിൽ ഭയങ്കര ക്യൂട്ടാണ്. ഇതിന് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. അത് നമ്മൾ നമ്മുടെ സ്കെയിലിൻ്റെ സൈസിനനുസരിച്ച് മുറിച്ചെടുക്കുക. ഇനി അതൊരു കളർ പേപ്പറിൽ കവർ ചെയ്തെടുക്കുക. കളർ പേപ്പർ ഇല്ലെങ്കിലും നോർമൽ പേപ്പറിൽ കളർ ചെയ്തെടുത്താൽ മതി. ഇനി വേറൊരു പേപ്പർ എടുക്കുക. നമ്മുടെ സ്കെയിലിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഇതിൽ വരച്ച് ഇതൊന്ന് വെട്ടി നമുക്കിടെ സ്കെയിലിൻ്റെ കാർഡ്ബോർഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ കുറച്ച് ക്യൂട്ട്നെസ്സിനായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് ചെറിയ പടങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. നമ്മുടെ സ്കെയിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സ്കെയിലും കൊണ്ട് വരച്ചാലും ഒരു പ്രശ്നമൊന്നും പറ്റില്ല. സാധാ സ്ട്രെയിറ്റ് ലൈൻ തന്നെ നമുക്ക് കിട്ടും. ആൻഡ് അവർ ലാസ്റ്റ് ഐറ്റം ഈസ് കവായി നെയിം സ്ലിപ്പ്. നമുക്ക് ഇഷ്ടപ്പെട്ട തീമിലുള്ള നെയിം സ്ലിപ്പൊക്കെ നമ്മൾ കടയിൽ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ കുറച്ച് റെക്ടാങ്കിൾ ഷേപ്പിൽ പേപ്പർ മുറിച്ചെടുത്ത് ഇതുപോലെ ബോർഡർ കൊടുത്ത് കളർ കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം വരച്ച് ഇതുപോലെ കുറച്ച് ലൈൻസും കൊടുത്ത് നമ്മുടെ നെയിം സ്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.